ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 5 പേര് ഫൈനലി 100% കൺഫേം ആയിരിക്കുന്നു. ഒന്ന് ഷാലു പിയറാണ്. ഷാലു പിയറിനെ എല്ലാവരും വളരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത് ശ്രീലക്ഷ്മി അറക്കലാണ്. മൂന്നാമത് കലാഭവൻ നവാസാണ്. നാലാമത് അഖിൽ ആനന്ദാണ്. അഞ്ചാമത് ജാസ്മിൻ ജാഫറാണ്. ഈ 5 പേരും 100% കൺഫേം ആയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 6. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഷാലു പിയാറിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഷാലു പിയാർ ഒരു ക്യാമറാമാനാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്, സിനിമയിലാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൂടുതലായിട്ട് നമ്മൾ കണ്ടത് ഡോക്ടർ റോബിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡോക്ടർ റോബിനെതിരെ ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് ഡോക്ടർ റോബിന്റെ കൂടെ ഇന്ന് പിന്നെ റോബിനെ എതിർത്തു. അങ്ങനെ ഒരു വിഷയമായിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടാണ് ഷാലു പിയാറിനെ നമ്മൾ കൂടുതലായിട്ടും കണ്ടത്. രണ്ടാമത് കലാഭവൻ നവാസാണ്. അദ്ദേഹത്തെ നമ്മൾ ചെറുപ്പം മുതൽ സിനിമയിൽ കാണുന്ന ഒരാളാണ്, മ്യൂസിക് ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, TV ഷോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പല ചാനലിന്റെ കോമഡി ഷോസിലും ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്ന കലാഭവൻ നവാസ് ആണ് രണ്ടാമത് കൺഫേം ആയിട്ടുള്ളത്. മൂന്നാമത് ജാസ്മിൻ ജാഫർ ആണ്. ജാസ്മിൻ ജാഫർ ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു യൂട്യൂബർ ആണ്. അവരുടെ വീഡിയോയിലൂടെ തന്നെ അവർ ഒരുപാട് ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പൊ അവരും ബിഗ് ബോസ് സീസൺ 6 കൺഫേം ആയിരിക്കുന്നുണ്ട്. നാലാമത് ശ്രീലക്ഷ്മി അറക്കലാണ്. ശ്രീലക്ഷ്മി അറക്കൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കൺഫേം ആയിരിക്കുന്നത്. ശ്രീലക്ഷ്മി അറക്കലിനെ നമുക്കറിയാം, ലൈംഗിക വിദ്യാഭ്യാസവുമായിട്ട്, സെക്സ് എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യും. ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് അഖിൽ ആനന്ദ്. അഖിൽ ആനന്ദ് ഒരു സീരിയൽ ആക്ടറാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അദ്ദേഹവും ഈ 5 പേര് കൺഫേം ആയിട്ട് ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ബിഗ് ബോസിലെ പ്രൊമോ ഒന്ന് വരും. സീരിയസ് ആയിട്ട് പ്രൊമോ അടുത്ത ആഴ്ച പുറത്തുവിടാനാണ് പ്ലാൻ എന്നാണ് നമ്മൾ അറിയുന്നത്. ഒന്നുകിൽ ഈ ഞായറാഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ലാലേട്ടന്റെ പ്രൊമോ വരും. ആ ലാലേട്ടന്റെ പ്രൊമോ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, ലാലേട്ടന്റെ പ്രൊമോ വന്നതിന് ശേഷം മുൻ മത്സരാർത്ഥികളെ വെച്ചിട്ട് ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോ പ്രൊമോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രൊമോ കട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വരുന്ന മത്സരാർത്ഥികളുടെ ക്ലൂസ് വെച്ചിട്ടുള്ള പ്രൊമോസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മാസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എയറിൽ വിടാനാണ് അവരുടെ പ്ലാൻ. മുമ്പ് ചെയ്തിട്ടുള്ള രണ്ടും അത്യാവശ്യം റീച്ചായി. ബിഗ് ബോസിന്റെ ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്ന് ഉറപ്പിച്ചതിന് ശേഷം പ്രൊമോസ് വിടാൻ തന്നെയായിരുന്നു ബിഗ് ബോസ് ടീമിന്റെ പ്ലാൻ. അതുപോലെ തന്നെ അവർക്ക് കൺഫേം ആവണമായിരുന്നു മത്സരാർത്ഥികളുടെ ലിസ്റ്റ്. ആദ്യം ഒരു ലിസ്റ്റ് ഏഷ്യാനെറ്റ് സമർപ്പിച്ചത് പ്രൊഡക്ഷൻ ടീമിന് അത്ര തൃപ്തികരമല്ലാത്തതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഒരു ലിസ്റ്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിലാണ് ഈ 5 പേരും കൺഫേം ആയിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോമൺ ഓഡീഷൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് 1-2 പേരെ ഇന്റർവ്യൂ ചെയ്തു. വീണ്ടും ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ചെയ്ത പലരെയും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, വീണ്ടും ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഇന്റർവ്യൂസ് ഒക്കെ നടക്കുകയാണ്. തേർഡ് റൗണ്ട് ഏതാണ്ട് ഈ മാസം പകുതിയോടെ ഒരു 15 ശേഷം തേർഡ് റൗണ്ട് ഉണ്ടാവും. അവസാനത്തോടുകൂടി ഫോർത്ത് റൗണ്ട് ഉണ്ടാവും. അവസാനത്തെ 1-2 ആഴ്ചക്കുള്ളിൽ മാത്രമേ അവസാന മത്സരാർത്ഥിയെ കൺഫേം ചെയ്യൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ കോമണേഴ്സിന് പ്രമോ അല്ലെങ്കിൽ കോമണേഴ്സിന്റെ വിളി കാത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അവസാനം വരെ സാധ്യതയുണ്ട്. ഈ മാസം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഈ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട് ഈ അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഈ ദിവസം വന്നിട്ടുള്ളത്. അത് രാവിലെ മുതൽ കുറെ അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് വെക്കാനാണ്. അപ്പൊ എന്തായാലും ഈ 5 പേര് 100% കൺഫേം ആണ്. ഷാലു പിയാർ, കലാഭവൻ നവാസ്, ശ്രീലക്ഷ്മി അറക്കൽ, ജാസ്മിൻ ജാഫർ ആൻഡ് അഖിൽ ആനന്ദ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.